अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहു. ദുനിയാ കാ സബ്സേ തൻഹാ ദറഖ്ത് എന്നുള്ള ദുനിയാവിലെ ഏറ്റവും ഏകാന്തമായി കിടക്കുന്ന ഒരു മരത്തിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫന്ന്, സാഹിത്യത്തിലുള്ളൊരു ഫന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടേഴ്സാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാനമായി പറഞ്ഞത് ആ ഒരു ഏകാന്തമായി കിടക്കുന്ന 400ഓളം കിലോമീറ്റർ അകലെ വരെ ആ മരുഭൂമിയിൽ മറ്റെങ്ങും ഒരു മരവും കാണാതെ ആ മരുഭൂമിയുടെ മധ്യത്തിലായി നിൽക്കുന്ന വളരെ ഉറച്ച ശരീരമുള്ള, ഉറച്ച ജീവനുള്ള ആ ഒരു മരത്തിൻ്റെ സവിശേഷത എന്തുകൊണ്ട് ജനങ്ങളാരും, അല്ലെങ്കിൽ ഒരു ഒട്ടകം പോലും അതിൽ നിന്ന് അതിൻ്റെ ഇലകൾ മേഞ്ഞില്ല? ഇത്തരത്തിലുള്ള ആശങ്കകളുടെ മറുപടിയായിരുന്നു അത് കണ്ടെത്തിയതായിരുന്നു. കാരണം ജനങ്ങളെല്ലാവരും അതിനെ ഒരു ബഹുമാനിക്കുന്ന, ആദരവോടുകൂടെ കണ്ടിരുന്ന ഒരു മരമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ലേക്കിൻ റഫ്ത സൊഹറാബി നെയ്യ് ടെക്നോളജീസ് റോഷനാസ് ഹോനലക. പക്ഷേ സാവകാശം പുതിയ ടെക്നോളജിയുമായി ഈ മരുഭൂമിയും പരിചയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഓർ വോ വക്ത് ആകിയ, അതിൻ്റെ സമയവും വന്നെത്തി. എന്ത് സമയം? ജബ് യഹാ ഘണ്ടിയാ ബജാത്തെ ഊണ്ടോ കെ കാഫിലെ കി ജഗ. ഘുണ്ടിയാ ബജാത്തെ, ഇവിടെ കുറ്റിയടിച്ച്, ഇവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ സ്ഥാനത്ത് ഘർ ഘറാത്തെ ട്രക്കോന്നെ ലേലി. ഘർ ഘറാന എന്ന് പറഞ്ഞാൽ ആകെ പരന്ന അല്ലെങ്കിൽ തിരക്ക് കൂടിയ ക്രൗഡഡായിട്ടുള്ള, വളരെ തിരക്കേറിയ ട്രക്കുകൾ അതിൻ്റെ സ്ഥാനം പിടിച്ചു പറ്റിയപ്പോൾ, ഈ ഒട്ടകങ്ങളുടെ സ്ഥാനത്തേക്ക് തിരക്ക് പിടിച്ച ട്രക്കുകൾ വന്നപ്പോൾ, ഊണ്ട് തോ ഖൈർ സിയാദ സെ സിയാദ ദറഖ്ത് കെ പത്തേ ചർ സക്തേ ഥേ. ഒട്ടകങ്ങൾക്കാണെങ്കിൽ ഏറിമറിഞ്ഞാൽ ആ മരത്തിൻ്റെ ഇലകൾ മേയാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ലേക്കിൻ 1973 में उन ट्रकों में से एक ने दरख्त तो टक्कर मार दी. പക്ഷേ 1973 അങ്ങനെ തിരക്ക് പിടിച്ചു വന്ന ട്രക്കുകളിൽ വെച്ച് ഒന്ന് ഈ മരത്തിനെ കൂട്ടിയിടുകയും ചെയ്തു. കഹാ ജാത്താ ഹെ കെ ഡ്രൈവർ ഇസ് വക്ത് നശേ മേ ധത് ഹോഗ. പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഡ്രൈവർ ആ സമയത്ത് ബോധക്ഷയനായിരുന്നവനാകാം. നശേമേ, അവൻ ഉന്മാദത്തിൽ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ, ധത് ഹോഗ, അബോധാവസ്ഥയിലേക്ക് എത്തിയവനായി തീർന്നേക്കാം. ധത് ഹോന എന്ന് പറഞ്ഞാൽ ഷോക്കാവുക, അല്ലെങ്കിൽ അബോധാവസ്ഥ, മുഗ്മാലിഹി ആവുക എന്നാണ് അർത്ഥം. ഐൻ മുംകിൻ ഹെ, കൃത്യമായ സാധ്യത തന്നെയാണ്, അതുതന്നെയാണ് സാധ്യത. ഐൻ മുംകിൻ ഹെ, അതുതന്നെയാണ് സാധ്യത. കാരണം എന്തെന്ന് വെച്ചാൽ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ 400 കിലോമീറ്റർ കെ ഇഹാത്തമേ, 400 കിലോമീറ്റർ ചുറ്റളവിൽ ട്രക്ക് കെ ഗുസർനെ കെ ലിയെ ഇസ് ദറഖ്ത് കെ അലാവ ഭി കാഫി ഗുഞ്ചായിഷ് മൗജൂദ് थी. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ 400 കിലോമീറ്ററുകൾ ചുറ്റളവിൽ ട്രക്കിന് സഞ്ചരിക്കാൻ, കടന്നു പോകാൻ ഈ മരത്തെ കൂടാതെ മറ്റു സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു. സഖ്ത് ജാൻ ദറഖ്ത് കി മാഹൗൽ കി സുഊബത്തേൻ തോ സാൽ തക് ഝീൽത്താ രഹാ ഥാ. ഈ കഠിന ജീവനുള്ള, ശക്തമായ ജീവനുള്ള, ഉറപ്പുള്ള ജീവനുള്ള ഈ മരം അവിടുത്തെ സറൗണ്ടിങ്സിൻ്റെ, അവിടുത്തെ ചുറ്റുപാടിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളെയും വർഷാവർഷം അതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളമായി അതിൻ്റെ അന്തരീക്ഷത്തിലെ എല്ലാവിധ എല്ലാവിധ മുഷ്കിലേം, പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഉസ്കി സിതം ആശ്ന ജുഡേങ് ഉസ് ബേഹംഗം ഹാദിസയ്ക്ക് താപ് ന ലാ സകെ. പക്ഷേ ഉസ്കി സിതം ആശ്ന, എല്ലാവിധ അക്രമങ്ങളെയും നന്നായി അറിവുള്ള, നന്നായി പരിചയമുള്ള, ഉസ്കി സിതം ആസ്ന ജുഡേങ്, അതിൻ്റെ വേരുകൾ, എല്ലാവിധ അക്രമങ്ങളെ അടുത്തറിയുന്ന അതിൻ്റെ വേരുകൾ, ഇസ് ബേഹംഗം ഹാദിസയ്ക്ക് താപ് ന ലാ സകെ, ഈ
ഒരു അസമയത്ത് വന്ന ഈ ഒരു ബേഹംഗം, അസമയത്ത് ബേമോക്ക അല്ലെങ്കിൽ ബേ വക്ത്, അസമയത്ത് വന്ന ഈ ഒരു ആക്സിഡൻറ്റ്, ഈ ഒരു ദുരന്തത്തെ അതിനെ സഹിക്കാൻ സാധിച്ചില്ല. ഓർ യെ ജമീൻ പർ ആരഹ, അങ്ങനെ അതുമൂലം ഇത് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു. दरख्त की शफीक छावों के आदि काफिलों के लिए ആ മരത്തിൻ്റെ ആർക്കും ഇഷ്ടപ്പെടുന്ന, ആർക്കും നേരം പോക്കായിരുന്ന ആ ഒരു അതിൻ്റെ തണൽ, ആ തണലിലെ ആദി കാഫിലോं के लिए, സാധാരണ വഴിയാത്രക്കാർക്ക്, സാധാരണ കാഫില കൂട്ടങ്ങൾക്ക് ദറഖ്ത് കാ സുഖൂത്ത്, ആ മരം വീണു എന്നത്, ആ മരം പൊളിഞ്ഞു വീണു എന്നത് എക് ജാങ് കാ സാനിഹസെ കം നഹി ഥാ, അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖിപ്പിച്ച, ഗം അംഗീസ് എന്നാണ് ജാൻ കാഹ് എന്ന് പറഞ്ഞാൽ, വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവം, ഒരു ദുരന്തത്തേക്കാൾ അതിനേക്കാൾ കുറവായിരുന്നില്ല. അഥവാ വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് അവരിതിനെ കണക്കാക്കുന്നത്. ഉന്നൂന്നെ ഉസ്കാ ഷിക്കസ്താതന, അവർ അതിൻ്റെ ആ പൊട്ടിപ്പോയ ഷിക്കസ്ത ടൂട്ടാഹുവ, അതിൻ്റെ ആ പൊട്ടിപ്പൊളിഞ്ഞു പോയ അതിൻ്റെ ആ തടിയും, സൂഖി ഹുയി ഷാഹൻ, അതിലെ ഉണങ്ങിപ്പോയ അതിൻ്റെ കൊമ്പുകളും, നൈജീരിയക്കെ കൗമി അജായിബ് ഘർ മേ രഖ്വാ ദീ, അവർ നൈജീരിയയിലെ നാഷണൽ മ്യൂസിയത്തിൽ അവർ അതിനെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു, അതിൻ്റെ ആദരവ് എന്നോണം. കുച്ച് ഉർസെ ബാദ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഗുംനാം ഫൻകാരനെ, ഒരു അപ്രസിദ്ധനായ ഒരു കലാകാരൻ, ഉസി മക്കാം പർ, അതേ സ്ഥാനത്ത് തന്നെ, ജംഗ് ഹോർദ, വളരെ ശക്തമായിട്ടുള്ള, വളരെ ഉറപ്പുള്ള പൈപ്പുകളും, ഇന്ധൻ കെ ഡബ്ബോങ്, ഇന്ധനത്തിൻ്റെ പെട്ടികളും, ഓർ ഗാഡിയോ കെ ബേക്കാർ പെർസോങ്കോ, വാഹനങ്ങളുടെ ഉപകാരമില്ലാത്ത പാർട്സുകളും, ജോഡ്കർ, അതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏക് മുജസ്സമ താമീർ കിയ, ഒരു പ്രതിമ, ഒരു കോലം, അവിടെ ഒരു ബിംബം അവിടെ ഉണ്ടാക്കിയെടുത്തിരുന്നു. ജോ വഹാൻസ ഗുസർനെ വാലോങ്കോ, അവിടെ അതിലൂടെ കടന്നു പോകുന്നവർക്ക് സഹറാക്കെ ഇസ് യക്താ ദറഖ്ത് കി യാദ് ദിലാത്താ ഹെ, ആ മരുഭൂമിയിലെ ഏകാന്തമായി കിടക്കുന്ന ഈ ഒരു മരത്തിനെ ഓർമ്മിപ്പിക്കും വിധം ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വച്ചിരുന്നു. സാഹിർ ഹെ കെ, വളരെ പ്രകടമാണ് എന്ത്, ഇസ് ദറഖ്ത് കി മൗത്ത് കാ ഖലാ തോ ഭർന നാമുംകിൻ ഹെ, ഖലാ ഭർന, ഈ മരം, ആ മരം നശിച്ചുപോയി എന്ന, ആ മരം നശിച്ചതിൻ്റെ ആ വിടവ് നികത്തുക എന്നത്, ഖലാ ഭർന, ആ വിടവ് നികത്തുക എന്നത് മുംകിൻ നഹി ഹെ, ഒരിക്കലും സാധ്യമല്ല. താഹം, എന്നിരുന്നാലും ഈ ദറഖ്ത്, ഈ മരം, ഹമേ ആലമി തനാസുർമേ, നമുക്ക് ആഗോള വീക്ഷണത്തിൽ മാഹൗലിയാത്ത് के संगीन बहरान की तरफ सोचने पर मजबूर कर देता है. ഈ സറൗണ്ടിങ്സിൻ്റെ, നമ്മുടെ പരിസ്ഥിതിയുടെ, നമ്മുടെ എൻവിറോൺമെൻറ്റിൻ്റെ, അതിൻ്റെ വളരെ ക്രിറ്റിക്കലായിട്ടുള്ള മൊമെൻറ്റ്, അതിൻ്റെ വളരെ ഗുരുതരമായ നിലവിലെ ഈ സാഹചര്യത്തിലേക്ക് ചിന്തിക്കുവാനുള്ള, സോച്നെ പർ മജ്ബൂർ കർ ദേത്താ ഹെ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ നിർബന്ധിപ്പിക്കുകയാണ്. ഈ മരം പൊഴിഞ്ഞു വീണു എന്നുള്ളത് നമ്മുടെ മൊത്തം പരിസ്ഥിതിയുടെ തന്നെ അതിൻ്റെ വളരെ ഗുരുതരമായ ഈ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ എത്തിക്കാൻ നിർബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അക്വാമെ മുത്തഹിദക്കെ മുതാബിക്, യുണൈറ്റഡ് നാഷൻസിൻ്റെ പ്രസ്താവന പ്രകാരം, അവരുടെ കണ്ടെത്തൽ പ്രകാരം, പിച്ഛലെ 10 ബർസോമെ, കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെ, ആഖിബത്ത് അന്ദേശ് ഇൻസാൻ, പരിണിത ഫലത്തെക്കുറിച്ച്, പര്യാവസാനത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ഈ മനുഷ്യൻ, ഇതനെ ദറഖ്ത് കാട്ട് ചുക്കാ ഹെ,
ഇത്രമാത്രം മരങ്ങൾ അവർ മുറിച്ചു കൂട്ടിയിട്ടുണ്ട്. എത്രമാത്രമെന്ന് വെച്ചാൽ അകലെ 14 സാൽ തക്, ഇനി വരാൻ പോകുന്ന 14 വർഷങ്ങൾ വരെ, ഹർ സാൽ ഹർ ബറസ്, എല്ലാ വർഷവും കമസ് കം ഏക് അർബ്, അറ്റ്ലീസ്റ്റ് 1 മില്യണെങ്കിലും ദറഖ്ത് ലഗായെ ജായെങ്, വരുന്ന 14 വർഷം അറ്റ്ലീസ്റ്റ് 1 മില്യൺ മരമെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, ഏക് അർബ് ദറഖ്ത് ലഗായെ ജായെങ്, 1 മില്യൺ മരമെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പോലും, തബ് ഹി ഇസ് നുക്സാൻ ക, അപ്പോൾ പോലും ഈ ഒരു കുറവ്, ഇസ് നുക്സാൻ ക കിസി ഹദ് തക് ഇസാല ഹോ സക്കേഗ, ഒരു വിധത്തിലും ഈ ഒരു കുറവ് പരിഹരിക്കാൻ, അത് നീക്കാൻ സാധിക്കില്ല. തബ് ഹി, അപ്പോൾ മാത്രമേ, അഥവാ 14 വർഷത്തേക്ക് എല്ലാ വർഷവും ഓരോ മില്യൺ മരങ്ങൾ വെച്ച് പിടിച്ചാൽ അപ്പോൾ തന്നെയാണ് ഇസ് നുക്സാൻ ക, ഈ ഒരു കുറവ്, ആ ഒരു കുറവിൻ്റെ കിസി ഹത്തക്ക്, ഒരു പരിധിയെങ്കിലും ഇസാല ഹോസക്കേക, അതിനെ, ഈ ഒരു കുറവ് നീക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് അവരുടെ കണ്ടെത്തൽ. और दुनिया के हर होशमंद इंसान को, ദുനിയാവിലുള്ള ലോകത്തുള്ള ബോധമുള്ള ഓരോ മനുഷ്യനും ये इजाला करने पर, हर होशमंद इंसान को ये इजाला करने पर भरपूर तवज्जो देनी चाहिए. ഇത് നീക്കം ചെയ്യാൻ, ഈ ഒരു കുറവ് നീക്കം ചെയ്യാൻ പരിപൂർണമായ ശ്രദ്ധ അവർ നൽകേണ്ടതുണ്ട്. വർണ്ണ അത്തരത്തിലുള്ള ശ്രദ്ധ അവർ കൊടുത്തിട്ടില്ലെങ്കിൽ സഹറ ഫെൽത്ത ചലാജായക, മരുഭൂമികൾ അതിങ്ങനെ വിശാലമായി പരന്നുകൊണ്ടേയിരിക്കും. ഓർ ഏക് ദിൻ, അങ്ങനെ ഒരു ദിവസം, യെ സർസബ്സ് ഷാദാബ്, ഈ വശ്യാശ്യാമളമായ പച്ച പിടിച്ചതായ ഈ ദുന്യാവ്, ഈ ലോകം, തമാം കി തമാം, അത് പരിപൂർണമായും, ഈ ലോകം മുഴുക്കെ രേഗിസ്ഥാൻ ബഞ്ചായകി, അവിടെ എവിടെയും പച്ച കാണാൻ സാധിക്കാതെ, പച്ച പിടിച്ച ഭൂമി കാണാൻ സാധിക്കാതെ, ഇതെല്ലാം ഒരു മരുഭൂമിയായിത്തീരുമെന്നാണ് ഈ പഠനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അക്വാമെ മുത്തഹിദയുടെ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സവാലാത്ത്, ചോദ്യങ്ങൾ, അതിനുത്തരം കണ്ടെത്തണം. അതുപോലെ ഇനി തയ്യാറാക്കാനുള്ളത് ഒരു റിപ്പോർട്ടേഴ്സ്. അപ്പോൾ റിപ്പോർട്ടേഴ്സ് നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന്, ഈ പാഠത്തിൽ ഇതിന് സാഹിത്യമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ്, സാധാരണ പത്രക്കുറിപ്പല്ല നാം ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ടേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ കരിപ്പൂർ വിമാനാപകടത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ടേഴ്സ് ഉറുദുവിൽ തയ്യാറാക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടെ നമ്മുടെ പാഠങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ വർക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് വർക്കുകളായിരിക്കും, വ്യത്യസ്തങ്ങളായ വർക്കുകളായിരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.